നമസ്കാരം. ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ദിലീപേട്ടൻ നായകനായി എത്തുന്ന ഏറ്റവും പുതിയ സിനിമയാണ് പവി കെയർ ടേക്കർ. ജനപ്രിയ നായകൻ ദിലീപേട്ടൻ്റെ ഒരുപാട് നാളുകൾക്ക് ശേഷം നല്ലൊരു കോമഡി സിനിമ വരാൻ പോകുമെന്നുള്ള പ്രതീക്ഷയിലാണ് പ്രേക്ഷകർ. ഈ അടുത്ത് നമ്മളതിൻ്റെ ട്രെയിലർ പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു, നമ്മൾ കണ്ടു. ഒരു കോമഡി എൻ്റർടൈൻമെൻറ്റാണ്. CID മൂസയിൽ ഒരു പട്ടിക്കുട്ടിയൊക്കെ ആയിട്ടുള്ള ഒരു ലൈഫ് കാണിച്ചിട്ടുണ്ടായിരുന്നു, അതെല്ലാവരും അംഗീകരിച്ചിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ഈ ഒരു സിനിമയിലും വീണ്ടും ദിലീപേട്ടൻ ഒരു പട്ടിക്കുട്ടിയുമായിട്ടുള്ള ബന്ധങ്ങളും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഒരു സിനിമ വെക്കേഷൻ ടൈമിൽ ഫാമിലിക്കും സ്റ്റുഡൻസിനും തിയേറ്ററിലേക്ക് എൻജോയ് ചെയ്ത് വരാൻ കഴിയുന്ന നല്ലൊരു മൂവി ആവാൻ സാധ്യതയുണ്ട്. ആ ഒരു സാധ്യത കൈവിടാതെ ഈ ഒരു സിനിമ തിയേറ്ററിൽ വന്ന് നിറഞ്ഞ സാന്നിധ്യത്തോടു കൂടി എല്ലാ ഷോകളും കളിക്കിട്ട് എന്ന് ആശംസിക്കുന്നു. കുറച്ച് നാളുകൾക്ക് മുന്നേ ഒരുപാട് പ്രേക്ഷകരെ കോമഡിയിലൂടെ ചിരിപ്പിച്ചിട്ടുള്ള ഒരു നടനാണ് ദിലീപേട്ടന് പിന്നീട് അങ്ങോട്ട് സിനിമകൾ കുറച്ച് മോശമായിരുന്നു. ഇപ്പോൾ ഈ അടുത്തിറങ്ങിയിട്ടുള്ള ബാന്ദ്ര അതത്രമാത്രം നല്ലൊരു അഭിപ്രായം നേടിയെടുക്കാൻ സാധിച്ചില്ല, ഒരു ആവറേജ് മൂവിയായിരുന്നു. ഒപ്പം തന്നെ തങ്കമണി എന്ന് പറയുന്ന സിനിമയിലൂടെ വീണ്ടും ഒരു റിയാലിറ്റി ലൈഫ് എടുത്ത് കാണിച്ചിട്ടുള്ള ഒരു സിനിമയായിരുന്നു തങ്കമണി. എനിക്ക് തോന്നുന്നു പ്രേക്ഷകർക്ക് ഏറ്റവും കൂടുതൽ ദിലീപേട്ടനിൽ നിന്നും ആഗ്രഹിക്കുന്നത് കോമഡി ആണെന്നുള്ളതാണ്. കോമഡി മൂവീസ് ആണെങ്കിൽ ഒരു ആവറേജ് അഭിപ്രായം നേടിയെടുത്താലും സിനിമ ബോക്സ് ഓഫീസ് അടിച്ചു തൂക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുക. ദിലീപേട്ടൻ്റെ ഓണമായാലും വിഷു ആയാലും അങ്ങനെ എല്ലാ വിശേഷങ്ങൾക്കും കൂടുതലും ദിലീപേട്ടൻ്റെ സിനിമകൾ തിയേറ്ററിൽ വരാനാണ് പ്രേക്ഷകർ കാത്തിരിക്കുക. കുട്ടികൾക്ക് ഏറ്റവും അധികം ഇഷ്ടമുള്ള നടനാണ് ദിലീപ് എന്ന് പറയുന്ന നടൻ. അപ്പോൾ ഏറ്റവും പുതിയ സിനിമ പവി കെയർ ടേക്കർ എന്ന് പറയുന്ന സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് വിനീത് കുമാറാണ്. നമുക്കറിയാം, വിനീത് കുമാർ ചെറുപ്പത്തിൽ സിനിമയിൽ അഭിനയിച്ചിട്ടുള്ളൊരു നടനാണ് വിനീത് കുമാർ. പിന്നീട് അങ്ങോട്ട് സിനിമകളിലൊന്നും അദ്ദേഹത്തിന് നല്ല ചാൻസുകൾ ലഭിച്ചിരുന്ന ചാൻസുകളൊക്കെ അവാർഡും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള കഥാപാത്രങ്ങളായിരുന്നു വന്നത്. എങ്കിലും കൂടിയിട്ട് പ്രേക്ഷകർക്കിടയിൽ നല്ലൊരു നടൻ എന്ന നിലയ്ക്കൊന്നും അദ്ദേഹത്തിന് ലൈഫിൽ കാഴ്ചവെക്കാൻ സാധിച്ചില്ല, സിനിമ ലൈഫിൽ. പിന്നീട് അങ്ങോട്ട് അദ്ദേഹം സംവിധാനത്തിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. അയാൾ ഞാനല്ല എന്ന സിനിമ അദ്ദേഹം സംവിധാനം ചെയ്തു. ഇപ്പോൾ ഇതാ ദിലീപേട്ടനെ വെച്ചിട്ട് പവി കെയർ ടേക്കർ സിനിമ അദ്ദേഹം സംവിധാനം ചെയ്തിരിക്കുകയാണ്. എന്തായാലും ഈ ഒരു സിനിമ ദിലീപേട്ടന് നല്ലൊരു സിനിമയാവട്ടെ എന്ന് ആശംസിക്കുന്നു. തങ്കമണി എന്ന സിനിമയ്ക്ക് ശേഷം ദിലീപേട്ടൻ ലൈവായിട്ട് ഒരു വീഡിയോ അവതരിപ്പിച്ചിരുന്നു. അദ്ദേഹം തന്നെ അദ്ദേഹത്തിനെ പ്രൊമോട്ട് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആയിരുന്നു അത്. ഒരുപാട് ട്രോളുകൾ നിറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു. ജനപ്രിയ നായകൻ എന്ന പദവി അദ്ദേഹത്തിന് പ്രേക്ഷകർ കൊടുത്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഒരിക്കലും പ്രൊമോട്ട് ചെയ്തിട്ടുള്ള സ്വന്തമായിട്ടുള്ള സെൽഫിഷായിട്ടുള്ളൊരു വീഡിയോ ഇറക്കേണ്ട ആവശ്യമില്ല. നല്ലൊരു മൂവിയാണെങ്കിൽ ചെറിയൊരു അഭിപ്രായം നേടിയെടുത്താലും കൂടുതൽ കളക്ഷൻ നേടിയെടുക്കുന്ന ദിലീപേട്ടൻ്റെ സിനിമകൾ നമ്മൾ ഒരുപാട് കണ്ടിട്ടുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ മറ്റുള്ള പ്രൊമോഷനുകളെല്ലാം തന്നെ ഈ ഒരു സിനിമയ്ക്ക് വിജയമാവട്ടെ. എന്നിരുന്നാലും നല്ലൊരു സിനിമയിലൂടെ ദിലീപേട്ടനെ നമുക്ക് വീണ്ടും തിരിച്ചു കിട്ടും. വീണ്ടും അദ്ദേഹത്തിൻ്റെ ഒരു നല്ലൊരു തിരിച്ചുവരവായിരിക്കും എന്നുള്ള പ്രതീക്ഷിച്ചുകൊണ്ട് തൽക്കാലം ഈ വീഡിയോ നിർത്തുന്നു. ഈ സിനിമ നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ കാത്തിരിക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം ഈ വീഡിയോയ്ക്ക് താഴെ അറിയിക്കുക. നമ്മുടെ ചാനലിനെ കുറിച്ചുള്ള അഭിപ്രായം അറിയിക്കുക. അടുത്തൊരു വീഡിയോയിൽ കാണും വരെ നന്ദി, നമസ്കാരം. താങ്ക്സ്. ഞാൻ നിങ്ങളുടെ രാകേഷ്.